നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമോ എന്നുള്ള ഭീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അടുത്ത കാലത്തൊന്നും കാണാത്ത നയതന്ത്ര ഏറ്റുമുട്ടലിനാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് സാക്ഷ്യം വഹിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് ഓവൽ ഓഫീസിൽ അതിരൂക്ഷമായ വാക്പോരുണ്ടായത്. വൈറ്റ് ഹൌസ് വിട്ട് പുറത്തു പോകാൻ സെലൻസ്കിയോട് ട്രംപ് ആജ്ഞാപിക്കുകയും ചെയ്തതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്നും ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഈ സമയമെല്ലാം US-ലെ യുക്രൈൻ അംബാസിഡർ ഒക്സാന മാർക്കറോവയും സമീപത്തുണ്ടായിരുന്നു. ഇരു നേതാക്കളുടെയും വാക്ക് തർക്കത്തിനിടെയുള്ള ഒക്സാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന് താൽപര്യമില്ല എന്നും അനാദരവ് കാട്ടിയെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ആഞ്ഞടിച്ചു. ട്രംപിന്റെ എല്ലാ നിർദ്ദേശങ്ങളും സെലൻസ്കി തള്ളി. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ഓവൽ ഓഫീസിലെ ചർച്ച തുടങ്ങിയത്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇല്ലാതെയായിരുന്നു ചർച്ച. വൈസ് പ്രസിഡന്റും യുക്രൈന്റെ രൂക്ഷ വിമർശകനുമായ JD വാൻസുമാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് പകരമുണ്ടായിരുന്നത്. യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും സെലൻസ്കിയും തമ്മിൽ അതിരൂക്ഷമായ പരസ്യ പോരിലേക്ക് കാര്യങ്ങളെത്തിയതോടെ റഷ്യ ഇത് ഒരു അവസരമാക്കുകയാണ്. തർക്കത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദാക്കിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണെന്ന് വാൻസിന്റെ വാക്കുകളോട് എന്തു തരം നയതന്ത്രം എന്ന് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. റഷ്യൻ പ്രസിഡന്റ് പലതവണ ധാരണകൾ ലംഘിച്ചതിന്റെ ഉദാഹരണങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഇതോടെ വാൻസ് ക്ഷുഭിതനായി. അനാദരവ് കാട്ടുന്നു എന്നാരോപിച്ച് തർക്കമായി. പിന്നാലെ വാക്ക് തർക്കം ട്രംപ് ഏറ്റെടുത്തു. സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നും മൂന്നാം ലോക മഹായുദ്ധമാണോ ലക്ഷ്യമെന്നും ട്രംപ് ചോദിച്ചു. യുക്രൈന് ഇത്രയും കാലം ഫണ്ട് നൽകിയതിന് ബൈഡനെ വിഡ്ഢിയായ പ്രസിഡന്റ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു. പിന്നെ അധിക നേരം ചർച്ച നീണ്ടില്ല. സംയുക്ത വാർത്താ സമ്മേളനം പിന്നീട് റദ്ദാക്കുകയായിരുന്നു. യുക്രൈനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയാണ് ഇങ്ങനെ അവസാനിച്ചത്. സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വൈറ്റ് ഹൌസിന് പുറത്തിറങ്ങിയ സെലൻസ്കി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്നില്ല. പിന്നീട് എക്സിൽ സെലൻസ്കി ട്രംപിന് നന്ദി പറഞ്ഞു. വിഷയം റഷ്യൻ മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ചയാക്കി വിട്ടിരിക്കുകയാണ്. അപൂർവ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാൻ US-ലെത്തിയപ്പോഴാണ് വൊളോഡിമിർ സെലൻസ്കിയും ട്രംപും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്. തുടർന്ന് കരാറിൽ ഒപ്പുവയ്ക്കാതെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു. യുക്രൈന്റെ അപൂർവ ധാതു സമ്പത്തിൽ ഒരു പങ്കിന്റെ അവകാശം US-ന് നൽകുന്നതിനുള്ള കരാറായിരുന്നു ഒപ്പിടേണ്ടിയിരുന്നത്. റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷാ ഉറപ്പും നൽകണമെന്ന് സെലൻസ്കിയുടെ അഭ്യർത്ഥനയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. സമാധാന കരാർ ഉണ്ടാക്കാൻ സന്നദ്ധമായാൽ മടങ്ങി വരാമെന്നായിരുന്നു സെലൻസ്കിയോടുള്ള ട്രംപിന്റെ പ്രതികരണം. എന്തായാലും വാക്തർക്കം നടന്നതോടെ സൗദിയിൽ വെച്ച് US-ഉം റഷ്യയും ചേർന്ന് പ്രഖ്യാപിച്ച യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാവി തുലാസിലായിരിക്കുകയാണ്. സെലൻസ്കി US-നോട് കാണിക്കുന്നത് നന്ദികേടാണ് എന്ന് കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് പറഞ്ഞു. സെലൻസ്കിയെ നന്ദി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു. $35,000 കോടി സഹായം US നിങ്ങൾക്ക് നൽകി. നിങ്ങൾക്ക് സൈനികോപകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. US പിന്തുണയില്ലായിരുന്നെങ്കിൽ യുദ്ധത്തിൽ എന്നെ അടിപതറിയേനെയെന്നും ട്രംപ് സൂചിപ്പിച്ചു. നിങ്ങളുടെ രാജ്യം വലിയ അപകടത്തിലാണെന്നും ജയിക്കാൻ കഴിയില്ലെന്നും മുന്നറിയിപ്പും നൽകി. നിങ്ങൾ ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കൻ മാധ്യമങ്ങളുടെ മുന്നിൽ നന്ദി പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യുക്രൈൻകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ താങ്കൾ എന്നെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് വാൻസിനോട് സെലൻസ്കി തിരിച്ചു ചോദിച്ചു. ഇതാണ് രൂക്ഷ വാക്പോരിന് വഴിവെച്ചത്. പുടിന്റെ റഷ്യ അധിനിവേശം യുക്രൈന്റെ വലിയൊരു ഭാഗം അധീനതയിലാക്കി. 2014 മുതൽ ക്രിമിയ അടക്കം കയ്യേറ്റം നടത്തിയ കാലത്തൊന്നും പുടിനെ US പ്രസിഡന്റുമാർ ആരും തടഞ്ഞില്ല എന്ന് സെലൻസ്കി തിരിച്ചടിച്ചു. ജനങ്ങൾ മരിച്ചു വീഴുകയാണ്. 2019 പുടിനുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതാണ്. എന്നാൽ അതിനുശേഷവും കരാർ പുടിൻ ലംഘിച്ചു. തടവുകാരെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടും പുടിൻ അതിന് തയ്യാറാകുന്നില്ല. പിന്നെ എന്ത് നയതന്ത്രമാണ് നിങ്ങൾ പറയുന്നതെന്ന് വാൻസിനോട് സെലൻസ്കി തിരികെ ചോദിക്കുകയായിരുന്നു. ഇരു നേതാക്കളും തമ്മിൽ വാക്തർക്കം നടന്നതോടുകൂടി ഇനി എന്തായിരിക്കും യുക്രൈന്റെ ഭാവി എന്നത് ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.